കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് CPIM ലോക്കൽ സമ്മേളനത്തിൽ ഇന്നലെ വലിയ തർക്കങ്ങൾ നടന്നു. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഈ CPIM ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് തർക്കങ്ങൾ നടന്നത്. ഇന്നലെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട HA സലാം നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒരു വിഭാഗം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിച്ചു. നമ്മുടെ സമ്മേളനം കഴിഞ്ഞ മാസം നവംബർ മാസം 18-ാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അന്ന് നടന്ന ചില അജണ്ടകൾ ബാക്കിയുണ്ടായിരുന്നു. അത് ഇന്നലെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് സഖാവ് രാജഗോപാൽ സഖാവും സോപ്രസാസ് അടക്കം ജില്ലാ നേതാക്കന്മാരടക്കം പങ്കെടുത്തുകൊണ്ട് സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചു. നേതാക്കന്മാരും ലോക്കൽ കമ്മിറ്റിയും ഇവിടെ തീരുമാനിച്ചെടുത്ത ഒരു പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. തുടക്കം തൊട്ടേ ഒരു 10-ൽ താഴെ പ്രവർത്തകർ, പാർട്ടി സഖാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ എത്ര പ്രതിനിധികളായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്? ലോക്കൽ കമ്മിറ്റി അടക്കം 86 പ്രതികളായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്. അങ്ങേ പിന്തുണച്ചുകൊണ്ട് എത്ര പേർ അവിടെ സംസാരിച്ചു? അവിടെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഒരു എതിരഭിപ്രായവും ഉണ്ടായിട്ടില്ല. എന്നാൽ പാനൽ വെച്ചപ്പോൾ ഈ 10ഓളം പേര് അസ്വസ്ഥത പഠിപ്പിച്ചുകൊണ്ട് ഡൈസിന്റെ മുന്നിൽ വന്നു. അവരെ നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പക്ഷേ എതിർവിഭാഗം പറയുന്നത് എണ്ണത്തിൽ കൂടുതൽ താങ്കൾ എതിർത്ത ആളുകളായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് നേതൃത്വം പറയും. നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നല്ലോ സമ്മേളനം നടന്നുപോയത്. അത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടത് നേതൃത്വമാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രണ്ട് മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ സാന്നിധ്യത്തിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം നടന്നത്. എതിർവിഭാഗം ഈ സംസ്ഥാന നേതാക്കളെയും ഒപ്പം തന്നെ താങ്കളെ അനുകൂലിക്കുന്ന ആളുകളെയും പൂട്ടിയിട്ടു എന്നാണ് പുറത്തു വന്ന കാര്യങ്ങൾ. സമ്മേളന ഹാളിലേക്ക് സമ്മേളന അജണ്ട അവസാനമായി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പുറത്തുനിന്നും പാർട്ടി മെമ്പർഷിപ്പിലില്ലാത്ത കുറേ ആൾക്കാർ കടന്നുകൂടി. അവരാണ് ശരിക്കും ഈ പൂട്ടൽ നടപടിയൊക്കെ ആരംഭിച്ചത്. എന്നാൽ അതിനകത്ത് ആദ്യം ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ച 10ഓളം പ്രവർത്തനം കൂട്ടിച്ചേർന്നു. ഒരു ബലപ്രയോഗം നടത്തി പുറത്തു പോകണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. അതിനുശേഷം അനുനയിപ്പിച്ച് ഇറങ്ങിയതിന് ശേഷം CPM ജില്ലാ കമ്മിറ്റി അംഗം PR വസത്തിൻ്റെ കാറ് ചില സാമൂഹ്യ വിരുദ്ധരും പാർട്ടിയിലെ ചില പ്രവർത്തകരോട് കൂടിച്ചേർന്ന് അടിച്ചുപൊട്ടിക്കുകയുണ്ടായി. അത്തരം ചില സംഭവം കൂടെ അവിടെ കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലാകുന്നത് പാർട്ടിയുടെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ അത് ദോഷകരമായിട്ട് ബാധിക്കില്ലേ? ഒരു സമ്മേളനം നടക്കുമ്പോൾ ചിലർ പിന്മാറുകയും പുതിയ കുറേ പ്രവർത്തകരെ ചേർക്കുകയും ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ആ അസ്വസ്ഥത സ്വാഭാവികമായിട്ട് കുറച്ച് സമയമെടുത്ത് മാറിക്കോളും. മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളോട് എതിർവിഭാഗത്തിലുള്ള വനിതകളടക്കമുള്ളവർ രൂക്ഷ ഭാഷയിലാണ് താങ്കൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അത്തരം ആരോപണങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? കുലശേഖരപുരത്തല്ല, പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും ഒരു മടിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ആരോപണങ്ങളും. ഏതാരോപണങ്ങളും പരിശോധിക്കപ്പെടുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. അത്തരം ആരോപണങ്ങൾ എന്തെങ്കിലും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കപ്പെടും. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപരി കമ്മിറ്റി പറയും. ഈ പ്രശ്നം ഇത് പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നടപടിക്രമം എങ്ങനെയായിരിക്കും പാർട്ടി എടുക്കുക? പാർട്ടി എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് തന്നെയാണ് പോകുന്നത്. പാർട്ടിയുടെ മുന്നിൽ എന്ത് വിഷയം വന്നാലും സമയബന്ധിതമായി പരിഹരിക്കും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട, ഒരു തർക്കവുമില്ല. വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അറിയാം. പക്ഷേ ഇന്നലെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ആരോ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം പുറത്തുനിന്ന് കുറേ ആൾക്കാർ വന്നുപെട്ടു. അത് പാർട്ടി ഗൗരവമായി പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ചില പാർട്ടി പ്രവർത്തകർ അവിടെ പറഞ്ഞത് ഇങ്ങനെ ചില തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ BJPയും കോൺഗ്രസും പ്രാദേശികമായി ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അത്തരം ശക്തിയൊന്നും പ്രാപിക്കാൻ സാധ്യതയില്ല. പാർട്ടി വിഷയങ്ങളുണ്ടാവും. പാർട്ടി സഖാക്കൾ വീണ്ടും ഒന്നായി കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം ഇടപെടും. അത് ഏത് ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ നേതൃത്വം ഇടപെട്ട് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതിനകത്തും ഒരു സംശയമില്ല. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം അവരുമായിട്ട് ആശയവിനിമയം നടത്തിയോ? അവരൊക്കെ അഭിപ്രായം പിന്നീട് പറയും. എന്തെങ്കിലും ഒന്നിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നത് ശരിയല്ല. അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ പറയേണ്ട ഘടകത്തിലൊക്കെ പറയും. ഞാനും പറയേണ്ട ഘടകത്തിൽ ആ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയിപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും എതിരഭിപ്രായങ്ങൾ വരാനുള്ള ഒരു സാഹചര്യമില്ലേ? പാർട്ടിയിൽ എതിരഭിപ്രായം എക്കാലം ഉണ്ടാവും. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നല്ല ഭംഗിയായി നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വം. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുക, അതാണ് തൻ്റെ ഇപ്പോഴത്തെ കടമ.
ഇന്നലെ അവിടെ ചില തർക്കങ്ങൾ നടന്നിരുന്നു. അത് എച്ച് എ സലാം സമ്മതിക്കുന്നു. മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളും തന്നെയാണ് പിന്തുണച്ചത് എന്നാണ് എച്ച് എ സലാം പറയുന്നത്. ഏതായാലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം അത് വഹിച്ചുകൊണ്ട് തന്നെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എച്ച് എസ് സലാം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, കൊല്ലം.